ചെല്ലട്ടെ. നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ലു. എന്റെ അമ്മയെ നാട്ടിച്ച്. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ, മത്തയ്ക്ക പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപയുടെ മരുന്നായത്. അതെ, കണ്ടാ പറയാ. താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്. താമസോട്ടെ, വിട്ടോളാ. ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോവണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കീറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുകുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കീച്ചില് വയറ്റത്തല്ല, എന്റെ ചങ്കിക്കേറിയാലും ഞാൻ സഹിക്കും. കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണല്ലേ? എന്റെ ദൈവമേ, എന്താ ഇത്? എന്താ പറ്റിയത്? എന്താ മുത്തശ്ശ, എന്താ പറ്റിയത്? എന്നെ ഒരുത്തൻ റോട്ടിൽ ഉരുട്ടിയിട്ടു മോളെ. ആരാ മുത്തശ്ശ? വേറെ ആര്? അവന്മാര്. ഇത് അവന്മാർ തന്നെ. ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിയതാണെന്ന്. നിങ്ങക്ക് ഇത് തന്നെ കിട്ടണം. മുത്തശ്ശൻ ആളെ കണ്ടാലറിയോ? അറിയോന്നോ? അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ. അന്ന് വന്നവന്മാരെയൊക്കെ കണ്ടാലേ എനിക്കും അറിയാം. എന്നെ മാത്രമല്ല, നിങ്ങളെ രണ്ടുപേരും അറിയാവുന്ന. വരും, അവന്മാര് ഇനിയും വരും. ഇനി വന്നാ ഞാൻ വെട്ടി തുണ്ടൻ തുണ്ടാക്കി ഈ മിറ്റത്തിടും. നോക്കിക്കോ. നിങ്ങൾ വന്നേ. അതെ, നിങ്ങളെ 3 പേരെ അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ? നിങ്ങൾ അവളെ എങ്ങനെ മറന്നേക്കണം. ആ ബോക്സിംഗ് ചത്തുപോയത് ഒരേ കണക്കിന് നന്നായി. ഒന്നുമില്ലേ, ധൈര്യമായിട്ട് അവളുടെ പുറകെ നടക്കാമല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ? അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ? വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചതിന്റെ ക്ഷീണവും കിതപ്പൊന്നും ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. അല്ലാതെ അവന്റെ പെരട്ട തലേന്ന് വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. എന്തായാലും അവളുടെ പേര് കൊള്ളാം, മായ. മായ? മായാ മഹാദേവൻ? എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കുകയായിരുന്നു. മായാ മഹാദേവൻ, നല്ല ചേർച്ചയുണ്ടല്ലേ? ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അയ്യടാ, അത് വേണ്ട. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തൊടുങ്ങിയിട്ട് മതി കണ്ട ക്രിസ്ത്യാനികളുടെ ഒക്കെ പുറകെ പോകാൻ. അല്ലേ മഹാദേവൻ നായരെ? അത് നോക്കി, അവളുടെ വണ്ടിയല്ലേ ഒരുത്തൻ കാറ്റൂട്ടി വിടണണ്ട. ഏതാടാ പിശാച്? പിശാചല്ലടാ, ദൈവദൂതൻ. ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വാ. എന്താ? കാറ്റ് കുത്തിവിടുന്നത് ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ?
അത് ചോദിക്കാൻ നീ ആരാടാ? എടാ പന്നി, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇന്ന് ഷൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു അവനൊക്കെ. ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്, പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ? അതാ കാണാനും കേൾക്കാനൊക്കെ ഉള്ളേ. അവളിങ്ങോട്ട് വന്നേക്കട്ടാ, അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം. ആ വരുന്നുണ്ട്. ഇടി തുടങ്ങിക്കോ, ഇടി തുടങ്ങിക്കോ. ഇങ്ങനെ എടുക്ക, ഞാൻ തന്നെ തുടങ്ങി. നീ കാറ്റ് കുത്തി വിടുവല്ലേടാ? ഞങ്ങളൊക്കെ ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. രണ്ട് വീട്ടിലും കാശ് ഊതി നടത്തിട്ട് നീ മതി. അവനെ ഊതിരാ ഊതടാ, നീ ഊതാനല്ലേ പറഞ്ഞത്? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെയൊക്കെ സ്ഥിരം തൊഴിലാ. ഞാൻ ഊതടാ, ഊതിക്കടാ. തിരിഞ്ഞു നോക്കാണ്ട് ഊതടാ നീ. ഇയാള് വണ്ടിയുടെ കാറ്റൂരി വിട്ടു, ഞങ്ങള് കണ്ടില്ലായിരുന്നെങ്കിൽ. ഒന്ന് മാറിയുന്നേ, കുട്ടി ആളെ ഒന്ന് കാണട്ടെ. അയ്യോ, അപ്പൊ ഇതാരുടെ വണ്ടി? തോമസ് കുട്ടി വിട്ടോടാ. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. ഇതെന്തത് കൊള്ളക്കാര നാടാ? രാത്രി വന്നത് പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ പട്ടാ പകലല്ലേ വന്നത്, തല്ലി കൊന്ന് ചാക്കില് കെട്ടാൻ. അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേറെ റെഡിയാക്കോ മഹാദേവ. നമുക്കും ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ? അതിന് ശരിക്കും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടിയായിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനം. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ത് പോകൃത്തരവ് കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം. വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവർക്ക് നല്ല മതിപ്പായിരിക്കും. എടാ, അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം. ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കാം. ഇവനൊന്ന് പിടിച്ച് കേട്ട്. വാടാ ഇങ്ങോട്ട്. നീ മൈക്ക് ടൈസന്റെ ഇടി കൊണ്ടിരുന്നു. എഴുന്നേറ്റ് വാടാ. ഇങ്ങോട്ട് എണീറ്റ് പോടാ. ഇങ്ങോട്ട്. 5, 6, 7, 8, 9, 10. നമുക്കിനി ഇവനെ നേരിടാം. ഇടിക്ക് വീണ്. ഇടിച്ച് വാടാ, ഇടിച്ച് വാടാ. കമാ, എഴുന്നേറ്റ് വാടാ. കമാ. നെക്സ്റ്റ്. കമാ, എഴുന്നേറ്റ് വാടാ. get up. Come on. Come on, man. Up. എഴുന്നേറ്റ് വാടാ. Come on, get up. പഞ്ചും. എന്റെ അമ്മേ. അയ്യോ, ആ പിശാചികളെങ്ങനെയാണല്ലോ വരുന്നത്. മുഹമ്മദിക്കോ? മുഹമ്മദ് ഒത്തുറാ മുഖം. തെണ്ടിത്തരം കാണിക്കുന്ന തെണ്ടി. അയ്യോ, ധൈര്യമില്ലാത്തവർ പ്രേമിക്കാൻ നടക്കരുത്. സാഹചര്യം ചൂഷണം ചെയ്യരുത്, സാഹചര്യം ചൂഷണം ചെയ്യരുത്. ഇവിടെ വെച്ചിരിക്കില്ല, നമുക്ക് മനസ്സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിട്ടിരിക്കാം. നീയാണ് മൈക്ക് ടൈസൺ. ഞാൻ വെറുതെ പറഞ്ഞത്. എനിക്ക് അപ്പനിട്ടേക്ക് ഉള്ളതാണ്. അയ്യോ, എക്സ്ക്യൂസ് മീ.
യെസ്, ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി അവനെ ഞാനൊരു സ്ഥലം വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റെ അമ്മനെ കെട്ടിക്കാനാ. എന്താ കാര്യം? എന്നോട് പറഞ്ഞോളൂ. ഒരു സേതുമാധവൻ അറിയോ? ആ അറിയോ? ആ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഞാൻ ആ സേതുവിന്റെ സിസ്റ്ററാ, മായ. ഓ മൈ ഗോഡ്, സേതുവിന്റെ സിസ്റ്ററോ? ഞാൻ സേതുവിന്റെ ക്ലോസ് ഫ്രണ്ടാണ്, തോമസ് ഊട്ടി. എവിടെയോ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഏയ് എന്നെയോ? ആ ഞാൻ പുറത്തിറങ്ങാറില്ല. കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ? ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക. ഓ. ബോധം വരുമ്പോ എണീറ്റ് പൊയ്ക്കോളും. കൊള്ളാലോ നീ, 3 തടിയന്മാരെ ഒറ്റയ്ക്ക് ഇടിച്ച് കമത്തിരിക്കുന്നത്. ഇന്ന് 3 കൈ കിട്ടിയുള്ളൂ. സാധാരണ 5 6 ഒക്കെ ഉണ്ടാവും. ഓ വരും, നമുക്ക് അപ്പുറത്തിരിക്കാം. ആ